കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാണ് നേരം വെളുത്ത വിവരം ഞാൻ അറിയുന്നത്. ഇന്ന് ആക്ച്വലി വീട്ടിൽ പോകാനുള്ള ദിവസമായിരുന്നു. എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ടാൾക്കാരും നല്ല പോത്ത് പോലെ കിടന്നുറങ്ങുക. ഞാൻ നേരെ എന്നിട്ട് താഴേക്ക് വിട്ടു. ഞാൻ താഴെ എത്തിയപ്പോഴേക്കും അമ്മ അടുക്കളയിൽ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പല്ല് തേച്ചിട്ട് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ച് നമ്മളെ KP നമ്പൂതിരീസ് എടുത്ത് അങ്ങ് പല്ല് തേച്ചു. ആക്ച്വലി നല്ല ഉറക്കച്ചടവുണ്ടായിരുന്നു, കാരണം വാവൻ ഇന്നലെ ഉറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തലയിലൊരു ഇച്ചിരി എണ്ണ എടുത്ത്, അമ്മേൻ്റെ കാച്ചെണ്ണയാണ് കേട്ടോ, അതെടുത്ത് തലയിൽ തേച്ചു. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അതിന് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ എത്തിയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ കുറച്ച് തുണിയൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിലിട്ടു. എൻ്റെ അലക്കുമിനുക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭദ്രദേവി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നല്ല ഉറക്കച്ചടവിലായിരുന്നു. ആളെ ഒന്ന് കൺസോൾ ചെയ്ത് ഞാൻ അമ്മയുടെ അടുത്ത് കൊടുത്ത് പത്തിരി ചിക്കൻ കറിയും കഴിച്ചു. പിന്നെ അമ്മയുടെ അടുത്തുനിന്ന് ആളെ വാങ്ങി നേരെ ഞാൻ ആളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അപ്പോഴേക്കും ഇതാ പ്രണവേണ്ണുണ്ട്, എമ്പുരാൻ്റെ ട്രെയിലറും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും ചേർന്ന് എമ്പുരാൻ്റെ ട്രെയിലർ അങ്ങ് കണ്ടു. അപ്പോൾ അടിപൊളി ട്രെയിലറായിരുന്നു കേട്ടോ. ഭദ്രദേവി ഇടയ്ക്കും തലയ്ക്കൊക്കെ കാണുന്നുണ്ടായിരുന്നു, ഇവരെ ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഭദ്രദേവിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലുള്ള അമ്മ വന്നു. അപ്പോഴത്തേക്കും ആൾക്ക് കുളിച്ച് കഴിഞ്ഞാൽ തുറന്നത് തീരെ ഇഷ്ടമല്ല, അതാണ് ചീച്ചിൽ. അപ്പോഴേക്കും ഞാൻ സെറ്റായി. അതിനിടയിൽ കൂടെ ഭദ്രബേബിനെ എപ്പോഴോ അമ്മ ഒരുക്കി. അങ്ങനെ ഭദ്രബേബിയും സുന്ദരനായി. ഇതാണ് ഭദ്രബേബീൻ്റെ കള്ളക്കരച്ചിൽ കേട്ടോ. ഇതാണ് വെറുതെ കരിയ. അപ്പം ഞാനും ഭദ്രബേബിയും സുന്ദരനും സുന്ദരിയായി. ഭദ്രബേബി ചന്ദനക്കുറിയൊക്കെ തൊട്ടു, എനിക്ക് കുറി കിട്ടിയില്ല ഗൈസ്. അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ബാഗും കിട്ടും പണ്ടവും എടുത്തിട്ട് ഞങ്ങൾ പോകാനൊരുങ്ങി. അങ്ങനെ ഇന്ന് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം പ്രണവേണ്ണ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഭദ്രബേബി ഉണ്ടായിരുന്നു. അപ്പം ഭദ്രബേബി ആക്ച്വലി എനിക്കൊന്നു ഇത് 2ാമത്തെ പ്രാവശ്യം തോന്നുന്നു ഓട്ടോയിൽ കയറുന്നത്. ഓട്ടോയിൽ കയറിയാലും ആൾ എക്സ്പ്ലോർ ചെയ്യും, അതാണ് ഭദ്രബേബിൻ്റെ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ആൾക്ക് തീരെ പരിചയം ഉണ്ടായിരുന്നില്ല ഒരാളെയും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തിയിരുന്നു. ഞാൻ അമ്മമ്മയാണ്, ഞാൻ ഗോപുവാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഗോപുവിൻ്റെ അടുത്തേക്ക് പോയി, പക്ഷെ എന്നാലും എവിടെയോ ചെറിയൊരു പരിചയമൊക്കെയുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.